എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് നടത്തുന്ന വിവിധ എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടാതെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഏത് മലയാള മാസത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ മീനമാണ്. കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രോത്സവമാണ് ആറാട്ടുപുഴ പൂരം എന്ന് കരുതപ്പെടുന്നത്. 24 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ദേവമേളയാണ് ആറാട്ടുപുഴ പൂരം. തൃശ്ശൂർ ജില്ലയിൽ ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലാണ് പൂരം നടക്കുക. ദേവമേള എന്ന സങ്കല്പത്തിലുള്ള പൂരമാണ് ആറാട്ടുപുഴ പൂരം. പൂരം നടക്കുന്ന അപൂർവ ശാസ്താ ക്ഷേത്രങ്ങളിലൊന്ന് എന്ന പെരുമയും ഈ ക്ഷേത്രത്തിനുണ്ട്. ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ വസിഷ്ഠ ഗുരു എന്ന സങ്കല്പത്തിലാണ്. ശ്രീരാമൻ്റെ ഗുരുവായ ഗുരു വസിഷ്ഠൻ്റെ ദൈവിക ചേതന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ആറാട്ടുപുഴ പൂരത്തിന് തുടക്കം കുറിക്കുന്നത് കൊടിയേറ്റത്തോടെയാണ്. മീനം മാസത്തിലെ മകീരം നാളിലാണ് കൊടിയേറ്റം നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ആറാട്ടുപുഴ ക്ഷേത്രം. അടുത്ത ചോദ്യം, ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള തിരുവോണത്തോണി എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കുമാരനെല്ലൂരാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം ഭഗവാനായുള്ള സദ്യയ്ക്ക് സദ്യവട്ടങ്ങളും വിഭവങ്ങളുമായി കാട്ടൂർ മങ്ങാട് ഇല്ലത്തുനിന്ന് തിരിക്കുന്ന തോണിയാണ് തിരുവോണത്തോണി. ആറന്മുളയ്ക്കടുത്ത് കാട്ടൂർ മങ്ങാട് ഇല്ലത്തെ ഭട്ടതിരിയാണ് ഈ ആചാരം തുടങ്ങി വച്ചത്. ഭട്ടതിരി കുമാരനെല്ലൂരിലെ കാർത്യായനി ക്ഷേത്രത്തിന് സമീപം ഇല്ലത്തിൽ താമസിക്കാൻ തുടങ്ങിയത് മുതൽ കുമാരനെല്ലൂർ മനയിൽ നിന്നുമാണ് തിരുവോണത്തോണി പുറപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യവിശേഷം? ഉത്തരം ഓപ്ഷൻ സി മിഴാവ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രകലയാണ് കൂത്ത്. ആദ്യകാലത്ത് പ്രബന്ധക്കൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കലാരൂപം മുൻകാലങ്ങളിൽ ചാക്യാർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചാക്യാർ കൂത്ത് എന്ന പേര് വന്നത്. ക്ഷേത്രങ്ങൾക്കുള്ള കൂത്തമ്പലങ്ങളിൽ മാത്രമാണ് കൂത്ത് അവതരിപ്പിച്ചിരുന്നത്. ഒരാൾ മാത്രമാണ് ഇതിൽ അഭിനയിക്കുന്നത്. അയാൾക്ക് വിദൂഷകൻ്റെ വേഷമാണ്. പശ്ചാത്തലമായി ഒരാൾ രംഗവേദിക്ക് പിന്നിലിരുന്ന് മിഴാവ് എന്ന വാദ്യം വായിക്കും. മികച്ച ചാക്യാർകൂത്ത് കൂടിയാട്ടം കലാകാരനാണ് നാട്യാചാര്യ പത്മശ്രീ മാണി മാധവ ചാക്യാർ. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കണക്കാക്കപ്പെടുന്ന ക്ഷേത്രവാദ്യം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഇടയ്ക്കാണ്. കേരളത്തിലെ ഒരു പരമ്പരാഗത മേളവാദ്യമാണ് ഇടയ്ക്ക. തുകൽവാദ്യമാണെങ്കിലും കേരള സംഗീതത്തിൽ ഇത് താളവാദ്യമായിട്ടും കൂടാതെ ശ്രുതിക്കും ഉപയോഗിച്ചു വരുന്നു. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കുഴൽവാദ്യമായും ഇടയ്ക്ക ഉപയോഗിക്കുന്നു. പഞ്ചവാദ്യം, അഷ്ടപതി, കൊട്ടിപ്പാടി സേവ എന്നിവയിൽ ഇടയ്ക്ക ഒരു പ്രധാന വാദ്യമാണ്. അടുത്ത ചോദ്യം, യമനും നചികേതസും തമ്മിലുള്ള സംവാദം ഉൾപ്പെട്ടിരിക്കുന്ന ഉപനിഷത്ത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കഠോപനിഷത്ത്. സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വേദഗ്രന്ഥത്തിലെ പ്രധാന ഉപനിഷത്തുകളിലൊന്നാണ് കഠോപനിഷത്ത്. കൃഷ്ണ യജുർവേദത്തിൻ്റെ ഭാഗമായ കഠോപനിഷത്തിൽ യമനും നചികേതസ് എന്ന യുവ അന്വേഷകനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യജ്ഞശ്രവസ് അഥവാ വാജശ്രവസ് എന്ന മഹർഷിയുടെ പുത്രനാണ് നചികേതസ്. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ തത്വമസി വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ എ ചാന്തോഗ്യോപനിഷത്ത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഗജപൃഷ്ഠാകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം. പരശുരാമൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവസേനാധിപതി സങ്കല്പത്തിൽ താരകാസുരവധത്തിന് ശേഷമുള്ള ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പഴനിയിൽ വിഗ്രഹപ്രതിഷ്ഠ നടന്ന അതേ സമയം തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ നടന്നതാണ് വിശ്വാസം. പയ്യന്നൂർ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തെ ഉത്തര കേരളത്തിലെ പഴനിയായാണ് കണക്കാക്കുന്നത്. ആനയുടെ പിൻഭാഗം പോലുള്ള ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാവ്യവസ്ത്രം ധരിച്ച് ഇവിടെ പ്രവേശനമില്ല. രാജകീയ അടയാളങ്ങളൊന്നും തന്നെ പാടില്ല. ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പ് പാടില്ല. സദ്യയ്ക്ക് പപ്പടം പാടില്ല. ഇങ്ങനെയുള്ള പല നിയമങ്ങളും ഈ ക്ഷേത്രത്തിൽ നിലവിലുണ്ട്. അടുത്ത ചോദ്യം, കൃഷ്ണഗാഥയുടെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ സി ചെറുശ്ശേരി നമ്പൂതിരി. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചെറുശ്ശേരി രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ. പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ചെറുശ്ശേരി. ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ഇദ്ദേഹം. 2 ഭാഗങ്ങളായാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ്റെ ജനനവും ബാലലീലകളും 1-ാം ഭാഗത്തിൽ പ്രതിപാദ്യ വിഷയമാകുന്നു.
അവതാര ലക്ഷ്യത്തിനായി പുറപ്പെടുന്നത് മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് രണ്ടാം ഭാഗത്തിൽ അടുത്തത് താഴെ പറയുന്നവരിൽ 19-ാം നൂറ്റാണ്ടിലെ കേരള നവോത്ഥാന പ്രക്രിയയിൽ പ്രധാനി. ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. 1856 ജനിച്ച ശ്രീനാരായണ ഗുരു ഇന്ത്യയിലെ ഒരു ഹിന്ദു സന്യാസിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. അദ്ദേഹം കേരളത്തിൽ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. അദ്വൈത ദീപിക, ആത്മവിലാസം, ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതി ലക്ഷണം, ജാതി നിർണയം, ജീവകാരുണ്യ പഞ്ചകം, ശിവശതകം, ദർശനമാല, നിർവൃതി പഞ്ചകം തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതാണ്. ചോദ്യം: തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോട്. തിരുക്കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം ആക്ട് 15 ഓഫ് 1950 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ അധ്യക്ഷനാണ് മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് 4 ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായും ശബരിമല ഗ്രൂപ്പ് ഒഴികെ 20 ഗ്രൂപ്പുകളായും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ നന്ദൻകോട്ടാണ്. കേരള ദേവസ്വം ബോർഡ് നടത്തുന്ന വിവിധ എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടാതെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.